അവരിവിടെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്. ഏതാണ് ആ ഹദീസ്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ അബുൽ ഹയ്യാജിൽ അസദി, അബുൽ ഹയ്യാജിൽ അസദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലലി അലിയുൻ, അലി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അലാ അബ്അസുക അലാ മാ ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞയച്ച കാര്യം, അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെയും പറഞ്ഞയക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനോട് പറയുകയാണ്, റസൂലുള്ളാഹി എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ നിങ്ങളെ നിയോഗിക്കുകയാണ്. എന്താണ് ആ കാര്യം? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ ത്വമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. ആരാധനാ കേന്ദ്രമായി നിലനിൽക്കുന്ന ബിംബങ്ങൾ അല്ലെങ്കിൽ ചിത്രപ്പണികളുള്ള ആ പ്രതിഷ്ഠകൾ, അതിനെ നിങ്ങൾ നിരപ്പാക്കണം. ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ ഭൂമിയോട് സമപ്പെടുത്തുകയും ചെയ്യണം. ഒരർത്ഥമാണ് അതിന്റേത്. ഏതാവട്ടെ, മുജാഹിദുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു, അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനയാണ്, ഉയർന്നു നിൽക്കുന്ന സകല ഖുബ്ബകളും സകല ഖബറുകളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, അതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ആവേശത്തോടെ മുജാഹിദുകൾ എല്ലായിടത്തും പറയുന്നത് കാണാൻ കഴിയും. സാധുക്കൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്ഹാകുന്നതിനോടനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് മുജാഹിദുകൾ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്താ? അവിടെ ഉയർന്നു നിൽക്കുന്ന ആ ഖബറുകളൊക്കെ ഭൂമിയോട് നിരപ്പാക്കണം. അപ്പൊ ആരുടെ ഖബറാത്? മക്ക ഫത്ഹാകുന്ന സന്ദർഭത്തിൽ അവിടെ മഹാത്മാക്കളായ അമ്പിയാക്കളോ അല്ലെങ്കിൽ അവിടെയുള്ള സഹാബികളായ മഹത്തുക്കളുടെയോ ഖബറുകളെ സ്വഹാബികളോ അള്ളാഹുവിന്റെ റസൂലോ കെട്ടി ഉയർത്തുകയോ കുബ്ബയുണ്ടാക്കുകയോ ജാറമുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പൊ അവിടെ നിരപ്പാക്കണമെന്ന് പറയുന്നത് എന്താണ്? ആരുടെ ഖബറാ? അത് മുശ്രിക്കുകളായ ആളുകളുടെ ഖബറുകളാണ്. ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്ന, അതേ സുജൂദിന്റെ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഇബാദത്തിന്റെ കേന്ദ്രങ്ങളോ ആക്കി മാറ്റിയിരുന്ന ആ മുശ്രിക്കുകളുടെ ഖബറുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഖബറുകൾ ഭൂമിയോട് നിരപ്പാക്കണം. ആയിക്കോട്ടെ, നമുക്കതിലാരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചർച്ച അതാണോ? അമുസ്ലിമീങ്ങളുടെ മുശ്രിക്കുകളുടെ ഖബർ ഉയർത്തുന്നതിനെ കുറിച്ചാണോ നമ്മുടെ ചർച്ച? എന്താണ് ഈ പറയുന്നത്? ഇത് ഞങ്ങളുടെ വകയെ പറയുന്നതല്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്ര, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ, അതെ, ആ ഗ്രന്ഥത്തിന്റെ വെയിലായി അല്ലാമ ഇബ്നു തുർക്കുമാനി തന്റെ അൽ ജൗഹറുൻ നഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ പറഞ്ഞ ഖബർ ഏതാണ്? യഅനി ഖുബൂറൽ മുശ്രിക്കീന. ഞങ്ങളെ വകയല്ലട്ടോ, ഞങ്ങളെ വകയല്ല. യഅനി ഖുബൂറൽ മുശ്രിക്കീന, അത് മുശ്രിക്കീങ്ങളുടെ ഖബറാകുന്നു, എന്റെ വകയല്ല. ഇതിന്റെ 4-ാമത്തെ വള്യം 3-ാമത്തെ പേജിൽ ഇതാ അയിമ്മത്തുകള്, ഉന്നത മഹാത്മാക്കളായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ പൊളിക്കണമെന്നോ അല്ലെങ്കിൽ നിരപ്പാക്കണമെന്നോ പറഞ്ഞിട്ടുള്ള ആ ഖബർ ഏത് ഖബറാണ്? അത് മുശ്രിക്കുകളുടെ ഖബറാകുന്നു. മുസ്ലിമീങ്ങളുടെ സ്വമഹാത്മാക്കളുടെ അമ്പിയാക്കളുടെ സാലിഹുകളുടെ ഖബറുകൾ അല്ലേ അല്ല. ഞങ്ങളെ വകയല്ല. ആർക്കും നോക്കാം, അറബി അറിയുന്നവർക്ക് മുഴുവനും നോക്കാം. ഇത് അറിഞ്ഞോ അറിയാതെയോ ആയി ഇവിടെ വന്ന മൗലവിമാരും പറയാൻ നിർബന്ധിതരായി. ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ അത് പറയാൻ നിർബന്ധിതരായി. നിങ്ങളൊന്ന് കേട്ടോളൂ, അയാൾ പറയുന്നത്. ആ മൗലവി പ്രസംഗിക്കുന്നു, ഒന്ന് വെച്ചുകൊടുത്താൽ. ഈ ഖബറുകൾ ആരുടേതാണ്? മഹാന്മാരുടേതാണോ അല്ലാത്തതാണോ? ഏതായാലും മക്ക ഫതഹിന്റെ സമയത്ത് അല്ലെങ്കിൽ മുമ്പുള്ള സമയത്ത് അവിടെ നബിയോ സഹാബത്തൊരു മഹാന്റെ ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നത് സ്വാഭാവികമായും അറിയപ്പെട്ട കാര്യമാണ്. കാരണം നബിതങ്ങൾ ഉയർത്താൻ പഠിപ്പിച്ചിട്ടില്ല. നബിതങ്ങൾ തന്നെ ഉയർത്താൻ പഠിപ്പിക്കുകയും അതേ പ്രവാചകർ പിന്നെ അത് പൊളിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുക എന്നത് ഉണ്ടാവുകയുമില്ല. കണ്ടോ, ഖബറുകൾ മുശ്രിക്കുകളെ ഖബറാണ്.
പിന്നെ എങ്ങനെയാണ് അത് സഹോദരന്മാരെ മുസ്ലിമീങ്ങളുടെ മഹാത്മാക്കളുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ജാറം പൊളിക്കണമെന്നതിന് ഈ ഹദീസ് എങ്ങനെ തെളിവാകും? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? കഥയറിയാതെ ആടുകയാണോ? അതാ ഞാൻ പറയുന്നത്, അറിയാതെ പറഞ്ഞു പോവേണ്ടി വന്നു അവർക്കത്. പറയാതിരിക്കാൻ കഴിയൂല. യഅനി ഖുബൂറൽ മുശ്രിക്കീന, ഇത് മുശ്രിക്കീകളുടെ ഖബറാണ്. ഇതെന്തല്ല, ഇത് മഹാത്മാക്കളായ അമ്പിയാക്കളുടെ മഹത്തുക്കളുടെ ഖബറ് പൊളിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയല്ലേ അല്ല. മൗലവി തന്നെയാണ് ഈ പറയുന്നത്, നിങ്ങൾ കേൾക്കണം. എന്നാൽ ഇതിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ച് ഇയാളെ വിശദീകരണം കഴിഞ്ഞപ്പോ പിന്നെ വേറൊരു മൗലവിക്ക് ആ വിശദീകരണത്തിൽ എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പിന്നെ മൂപ്പരൊരു വിശദീകരണം, വേറൊരു മൗലവിയുടെ വിശദീകരണം. അയാൾ പറയുന്നത് കാണാ, കേട്ടോളൂ, അത് മഹാത്മാക്കളുടെ ഖബറാണോ അല്ലേ എന്ന ഒരു വേർതിരിവ് അതിലില്ല എന്ന് പറഞ്ഞ് മൂപ്പരൊരു ഇബാറത്ത് വായിക്കുന്നുണ്ട്. ഇത്തഫഖത്തു നുസൂസു ശാഫിഈ വൽ അസ്ഹാബി. കേട്ടോളൂ, അയാളൊന്ന് പറയട്ടെ. കൂട്ടത്തിലൊരു കാര്യം കൂടി, ചിലപ്പോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ വേറെ ചില ആളുകൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അത് ഈ സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ചാണ്. മഹാത്മാക്കളുടെ ഖബറാണെങ്കിൽ ഉയർത്താം, അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സിയാറത്തിന്റെ വിഷയത്തിൽ ഒരു വേർതിരിച്ചറിയലില്ല. സിയാറത്ത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ പാരത്രിക ജീവിതത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. ആ പ്രാർത്ഥന അത് എല്ലാ ആളുകൾക്കും പൊതുവായി നിർവഹിക്കേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി എവിടെയെങ്കിലും ഖബർ കെട്ടിപ്പോക്കാൻ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ ഖബറിനെ കുറിച്ചാണ് എന്നൊരു ചെറിയ ന്യായീകരണം ചിലപ്പോൾ ആളുകളിൽ നിന്ന് വരാറുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ അതുകൂടിയാണ് പൂർത്തിയാക്കാൻ വേണ്ടി പറയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്തഫഖത്ത് നുസൂസു ശാഫിഈ വൽ അസ്ഹാബി അലാ കറാഹത്തി ബിനാഇ മസ്ജിദിൻ അലൽ ഖബരി സവാഅൻ കാനൽ മയ്യിത്തു മശ്ഹൂറൻ ബിസ്സലാഹി ഔ ഗൈരിഹി. മയ്യിത്ത് പിന്നെ എന്താ പറയാ, സ്വാലിഹായ മനുഷ്യനാണ് എന്ന് മാറൂഫാണ്, പ്രസിദ്ധനാണ്. അങ്ങനെ ഒരു അറിയപ്പെട്ട നല്ലൊരു സ്വാലിഹായ ആളാണെങ്കിലും ശരി, അതല്ലാത്ത ആളുകളാണെങ്കിലും ശരി, ഖബറിന്റെ ആ സ്ഥാനത്ത് അവിടെ സുജൂദിന്റെ സ്ഥാനമാക്കി മാറ്റൽ, പള്ളി അത് ആരാധനാലയം ഉണ്ടാക്കലും അത് മക്റൂഹാണ് എന്ന് ഇമാം ഷാഫിയുടെ നസ്സുമുണ്ട്. അതേപോലെ തന്നെ ഷാഫി പണ്ഡിതന്മാരുടെ മറ്റു ആളുകളുടെയും നസ്സു രേഖകൾ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് വിഷയത്തിലും മുസ്ലിമാണോ അമുസ്ലിമാണെന്ന് വേർതിരിവില്ലാണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വാലിഹാണോ അല്ലാത്തവനാണോ എന്നുള്ള വേർതിരിവില്ലാണ്ട് തന്നെ ഈ ഒരു പണി പാടില്ല എന്നുള്ള പൊതുവായ നിർദ്ദേശവും കൽപ്പനയുമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. മുൻകാലഘട്ടത്തിൽ ആളുകൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആരെക്കുറിച്ചാ പറഞ്ഞത്? ഇബ്തഖദു ഖുബൂർ അംബിയാഇഹിം വ സ്വാലിഹീഹിം മസാജിദ്. അപ്പൊ അതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ വേർതിരിവ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. വല്ലാഹു അഅലം. അല്ലാഹു അഅലം. കണ്ടോളിങ്ങള്, എന്താണ് അവിടെ ചെയ്ത വിക്രസ്, എന്താ അവർ ചെയ്ത തിരിമറി എന്നറിയോ? അതാണ് നമ്മൾ അലാ കറാഹത്തി ഇത്തഫഖത്തു നുസൂസു ശാഫിഈ വൽ അസ്ഹാബി. ഇമാം ഷാഫിയുടെയും അസ്ഹാബിന്റെയും നസ്സുകൾ ഏകോപിതമായിട്ടുണ്ട്. അലാ കറാഹത്തി ബിനാഇൽ മസ്ജിദി, മസ്ജിദ് പള്ളി സുജൂദിന്റെ കേന്ദ്രം ഉണ്ടാക്കാൻ പാടില്ല. അലൽ ഖബരി, ഖബറിന്റെ മുകളിൽ. സവാഉൻ കാനൽ മയ്യിത്തു മശ്ഹൂറൻ ബിസ്സലാഹി ഔ ഗൈരിഹി. അതായത് മയ്യിത്ത് സ്വാലിഹാവട്ടെ അല്ലാത്തവരാവട്ടെ അവരുടെ ഖബറിന്റെ പേരിൽ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കുക, മസ്ജിദാക്കുക, അത് പാടില്ല. അതിലാർക്കാ തർക്കമുള്ളത്? അതാ ഞാൻ പറയുന്നത്. ഇതെടുത്തുകൊണ്ട് സാധാരണക്കാരായ മുജാഹിദുകൾ, അവർക്ക് ഇബാറത്ത് അറിയില്ല, അവർക്ക് ഇതിന്റെ അർത്ഥമറിയില്ല, അവർക്ക് ഇതിന്റെ ആശയം അറിയില്ല, അവരെ മുന്നിൽ വെച്ച് സഹോദരന്മാരെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ വഞ്ചിതരാകരുത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.